എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പ്രത്യേകതരം കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ചീനിച്ചട്ടി ഗ്യാസുമ്മ വെച്ച് ചൂടായി 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കണം. എണ്ണ ഇഷ്ടമുള്ളത് ഒഴിച്ചാട്ട് കേട്ടോ, വെളിച്ചെണ്ണയോ അവനവരുടെ ഇഷ്ടം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിങ്ങോട്ട് കാണിച്ചു തരാം ബാക്കി. ഇന്നത്തെ കറി ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏതൊരു വ്യക്തിക്കും മൂത്ര സംബന്ധമായുള്ള രോഗങ്ങൾ മാറിക്കിട്ടുന്ന നല്ല ഉറപ്പാണിത്. കാരണം പലരുടെ കയ്യിൽ നിന്ന് ഞാനിത് പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഞാനത് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. എണ്ണ വെച്ചു 2 ടീസ്പൂൺ. അത് ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിടുവാണ്. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. ഒരു 3 സവാള ഇതിന് വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അത് സവാളനെ നമ്മൾ അരിയുമ്പോഴേ ഒന്ന് മീഡിയം സൈസിൽ അരിയണം. ഇത് ചെറുതായിട്ടൊന്ന് വാടിയപ്പോൾ തന്നെ നമ്മൾ വെളുത്തുള്ളി 5-6 കഷ്ണം എടുത്തിട്ട് തൊണ്ട് കളഞ്ഞൊന്ന് ചതച്ചെടുക്കണം. അതിനെ ഇടുവാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ ഇത് മീഡിയത്തിൽ നമ്മൾ ഒന്ന് വാടി കിട്ടി കണ്ടോ. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി വിട്ടു. രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി, അത് മതി. അത് കഴിയുമ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ചന മസാലയുടെ പൊടി അതിട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാനൊരു 4 എരിവുള്ള മുളകിനെ നല്ലതായിട്ട് നീളത്തിൽ എടുത്തി. ഇന്നത്തെ ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പർ ഒരു സാധനമാണ് നമ്മളുടെ അമരപ്പയറെന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇരിഞ്ഞതിൻ്റെ ഇത് കളഞ്ഞ് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഞാൻ സൂപ്പറായിട്ടൊരു കറി ഉണ്ടാക്കി കാണിക്കാം. പക്ഷേ ഇതിൻ്റെ ഗുണം എന്തോരം ഉണ്ടെന്നറിയാമോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്ര സംബന്ധമായുള്ള എന്ത് പ്രോബ്ലവും സോൾവ് ചെയ്യും. അതായത് മൂത്ര സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും മാറ്റി തരും എന്നുള്ള ഒരു കഴിവ് ഈ പയറിനുണ്ട്. ഞാൻ നല്ല നീളത്തിൽ കണ്ടോ, ചെറുതായിട്ടേ ഇങ്ങനെ അരിഞ്ഞ് മൊത്തം എടുത്ത് കണ്ടോ. കുരു അരിഞ്ഞു, എല്ലാം അരിഞ്ഞു. മസാല എല്ലാം മൊരിഞ്ഞു കണ്ടോ. ഒരുപാട് മൊരിയണ്ട, എന്നാലും ഒരു ഹാഫ് മൊരിഞ്ഞു. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിനെ നമ്മൾ ഇതിനകത്തിലോട്ട് ഇടുകയാണ്. പക്ഷേ സിമ്മിലിട്ടിട്ട് ഇനി ബാക്കി ചെയ്യാവൂ. കുറച്ച് വെള്ളം ഒന്ന് തളിക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് മൂടി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊക്കി ഇളക്കി കൊടുക്കാം. ഈ ചെറിയ കട്ടോരി കണ്ടോ, 100 ml ഉള്ളൂ ഈ വെള്ളം. ഇതിനെ ഞാൻ ഇങ്ങനെ തളിച്ചു. കാരണം ഇതിനകത്തിൽ അരി എല്ലാം ഒന്ന് വേവണ്ടേ. വേറെ വെള്ളം ഇനി ഒന്നും വേണ്ട. സിമ്മിലിട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മൂടി അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നല്ലതായിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ കറി റെഡിയായി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ കണ്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനിയും അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.